കടുവയെ പിടിച്ച കിടുവ. ഒരിക്കൽ ഒരു കർഷകൻ 2 യുവാക്കളോടൊപ്പം അയൽ ഗ്രാമത്തിലെ ഉത്സവം കാണാൻ ഇറങ്ങി. ഇയാൾ മഹാമണ്ടച്ചാരാണെന്ന് തോന്നുന്നു, നമുക്ക് ഇയാളെ ശരിക്കൊന്ന് പറ്റിക്കണം, വഴിക്ക് വെച്ച് യുവാക്കളിൽ ഒരാൾ പറഞ്ഞു. രണ്ടാമൻ അത് സമ്മതിക്കുകയും ചെയ്തു. ഒരു കൊടും വനത്തിലൂടെയായിരുന്നു അവരുടെ യാത്ര. കുറച്ചു ദൂരം ചെന്നപ്പോൾ കർഷകന് നല്ല ക്ഷീണം തോന്നി. "ചങ്ങാതി, എനിക്ക് വിശന്നിട്ട് വയ്യ, നമുക്ക് എന്തെങ്കിലും ഭക്ഷണം പാകപ്പെടുത്തിയാലോ?" കർഷകൻ ചോദിച്ചു. അത് ശരിയാണെന്ന് മറ്റുള്ളവർക്കും തോന്നി. അവർ വേഗം അടുപ്പ് കൂട്ടി വെള്ളം തിളപ്പിക്കാൻ തുടങ്ങി. കർഷകൻ തന്റെ കയ്യിലുള്ള അരി കലത്തിലേക്ക് ഇട്ടു. അത് കണ്ട് യുവാക്കൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ശർക്കരയും കലത്തിലിട്ടു. നെയ്യും ഉണക്ക നാളികേരവും ചേർന്നപ്പോൾ ഒന്നാം തരം പായസം തയ്യാറായി. "അയ്യടാ, കൊതിപ്പിക്കുന്ന മണം!" യുവാക്കൾ പറഞ്ഞു. "ശരിയാ, എനിക്കും കൊതി തോന്നുന്നു," കർഷകനും പറഞ്ഞു. "ഈ പായസം കർഷകന് കൊടുക്കാതിരിക്കാൻ ഞാനൊരു സൂത്രം ഒപ്പിക്കാം," യുവാക്കളിൽ ഒരാൾ പറഞ്ഞു. അയാൾ വേഗം മുന്നോട്ട് വന്നു. "ചങ്ങാതിമാരെ, നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ ഇത് തികയില്ല. അതുകൊണ്ട് ഒരു മത്സരം നടത്തിയാലോ? മത്സരത്തിൽ ജയിക്കുന്നയാൾക്ക് പായസം മുഴുവൻ കഴിക്കാം," യുവാവ് പറഞ്ഞു. "എന്താണ് മത്സരം എന്ന് പറയൂ," കർഷകൻ പറഞ്ഞു. "നമുക്ക് എല്ലാവർക്കും സുഖമായി ഒന്ന് ഉറങ്ങാം. ഉറക്കത്തിൽ ഏറ്റവും നല്ല സ്വപ്നം കാണുന്നയാൾക്ക് പായസം കഴിക്കാം." യുവാവ് പറഞ്ഞത് എല്ലാവരും സമ്മതിച്ചു. അങ്ങനെ കർഷകനും യുവാക്കളും ഉറങ്ങാൻ കിടന്നു. കുറെ സമയം കഴിഞ്ഞിട്ടും കർഷകന് ഉറക്കം വന്നില്ല. യുവാക്കളാകട്ടെ കൂർക്കം വലിച്ച് സുഖമായി ഉറങ്ങുകയുമാണ്. കർഷകൻ കൂടുതലൊന്നും ആലോചിച്ചില്ല. അയാൾ വേഗം പായസമെല്ലാം കഴിച്ച് ഒരു ഏമ്പക്കവും വിട്ട് സുഖമായി കിടന്നുറങ്ങി. കുറെ സമയം കഴിഞ്ഞപ്പോൾ 3 പേരും ഉണർന്നു. യുവാക്കളിൽ ഒരാൾ വേഗം താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. "ഞാൻ സ്വർഗത്തിലേക്ക് പോകുകയായിരുന്നു. ഒരു സ്വർണരഥത്തിൽ 7ാം സ്വർഗത്തിലെത്തിയ ഞാൻ അവിടെ എന്തെല്ലാം കാഴ്ചകളാണ് കണ്ടതെന്നോ! സ്വർണ്ണ നിറമുള്ള ഹംസങ്ങൾ, പൂക്കൾ, തടാകങ്ങൾ, പഴങ്ങൾ. ഹായ്, അത് വർണ്ണിക്കാൻ എനിക്ക് ശക്തി പോരാ. അതുകൊണ്ട് പായസം എനിക്ക് തന്നെ. എങ്കിലും നിങ്ങളുടെ സ്വപ്നങ്ങൾ കൂടി കേട്ടേക്കാം." ഒന്നാമൻ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ രണ്ടാമൻ എഴുന്നേറ്റു. "ഞാൻ ഇത്രയും നേരം ദൈവത്തിന്റെ കൂടെയായിരുന്നു. അദ്ദേഹം എന്നെ മടിയിൽ കിടത്തി തലോടി, എനിക്ക് കഥകൾ പറഞ്ഞു തന്നു. മാത്രമല്ല മറ്റാരും കാണാത്ത തരത്തിലുള്ള അത്ഭുത ദൃശ്യങ്ങളും എനിക്ക് കാണിച്ചു തന്നു. നിങ്ങൾ പറയൂ, ഞാൻ കണ്ട സ്വപ്നമല്ലേ ഏറ്റവും നല്ലത്? അതിനാൽ ഈ പായസം എനിക്കുള്ളതാണ്," രണ്ടാമൻ പറഞ്ഞു. ഒടുവിൽ കർഷകന്റെ ഊഴമായി. "താങ്കൾ എന്ത് സ്വപ്നമാണ് കണ്ടത്?" യുവാക്കൾ കർഷകനോട് ചോദിച്ചു. ഞാൻ ഉറങ്ങിയ ഉടൻ രോമം നിറഞ്ഞ ഒരു രൂപം എൻ്റെ അടുത്ത് വന്നു. ഞാനതിനെ സൂക്ഷിച്ചു നോക്കി. അത് ഹനുമാനായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കൂറ്റൻ ഗദയും ഉണ്ടായിരുന്നു. ഗദ ചുഴറ്റിക്കൊണ്ട് ഹനുമാൻ എന്നോട് പറഞ്ഞു, "എടാ വിഡ്ഢി, നീ എന്തിനാണ് വിശന്ന് കിടക്കുന്നത്? നിന്റെ അടുത്ത് തന്നെ പായസം ഇരിക്കുന്നത് കണ്ടില്ലേ? വേഗം അതെടുത്ത് കഴിക്ക്. അല്ലെങ്കിലുണ്ടല്ലോ, ഈ ഗദ കൊണ്ട് നിന്റെ തല ഞാൻ അടിച്ചു പൊട്ടിക്കും, മണ്ടൻ." ഞാൻ ഹനുമാനെ ഭയന്ന് പായസം വേഗം കഴിച്ചു തീർത്തു എന്ന് പറഞ്ഞു കർഷകൻ. ഇത് കേട്ട യുവാക്കൾ വിഡ്ഢിയായി.